ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് തിയറിയാണ്. അപ്പോൾ നമ്മുടെ തിയറിയുടെ പേര് എൻക്വയറി ട്രെയിനിങ് മോഡലാണ്. ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് റിച്ചാർഡ് സച്ച്മാനാണ്. സോ അദ്ദേഹത്തിൻ്റെ അന്വേഷണ പരിശീലന മാതൃകയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ എല്ലാ തരത്തിലുള്ള കോഗ്നിറ്റീവ് തിയറീസ് എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ തിയറീസുകളും നമ്മൾ കംപ്ലീറ്റഡ് ചെയ്തു. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ജെറമസ് ബ്രൂണറിൻ്റെ തിയറി, ജിൻ പിയാഷെ, അതുപോലെ തന്നെ ഡേവിഡ് അസുബൽ എന്നീ 3 പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകളും കൊണ്ടുവന്നിട്ടുള്ള തിയറികളെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് റിച്ചാർഡ് സച്ച്മാൻ കൊണ്ടുവന്ന അന്വേഷണ പരിശീലന മാതൃകയാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന എല്ലാ കോഗ്നിറ്റീവ് തിയറീസിലും നമ്മൾ വളരെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ലേണർ ആസ് എ സെൻറ്റർ, അതായത് പഠിതാവിനെയാണ് നമ്മൾ വൈജ്ഞാനിക വികസന മേഖലയുടെ സുപ്രധാനമായിട്ടുള്ളൊരു സ്ഥാനം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് റിച്ചാർഡ് സച്ച്മാനെ കുറിച്ച് പരിചയപ്പെടാം. സോ റിച്ചാർഡ് സച്ച്മാൻ തൻ്റെ അന്വേഷണ പരിശീലന മാതൃക അവതരിപ്പിച്ചത് 1962 യുണൈറ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സച്ച്മാൻ്റെ എൻക്വയറി ട്രെയിനിങ് മോഡൽ അവതരിപ്പിച്ചത്. സോ അദ്ദേഹമാണ് അന്വേഷണ പരിശീലന മാതൃക അവതരിപ്പിച്ചത്. റിച്ചാർഡ് സച്ച്മാനാണ്. ഏത് വർഷം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1962 യുണൈറ്റഡ് സ്റ്റേറ്റിൽ അദ്ദേഹം തൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ എൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നറിയപ്പെടുന്ന ഭാഗം എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ തിയറിയിലേക്ക് കടക്കുകയാണ്. അത് എന്താണ് നമ്മൾ ഈ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ അന്വേഷണ പരിശീലന മാതൃകയിൽ പഠിതാക്കളെ ഗവേഷകരുടെ സ്ഥാനത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ എല്ലാ കോഗ്നിറ്റീവ് തിയറീസുകളും പഠിതാവിനാണ് വലിയ സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിതാക്കളെ ഗവേഷകൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നതിൽ കാണിച്ച നിർബന്ധം, റിച്ചാർഡ് സച്ച്മാൻ കാണിച്ചുള്ള നിർബന്ധം ശാസ്ത്രീയ അന്വേഷണത്തിൽ സജീവമായി പങ്കെടുക്കുന്ന സ്വതന്ത്ര പഠിതാക്കളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടിയായിരുന്നു. കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. കാര്യം നമ്മൾ പഠനം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പൂർത്തീകരിക്കുന്നില്ല. കാര്യം പുതിയ പുതിയ അറിവുകൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഈ പഠിതാവിനെ നമ്മൾ സെൻട്രൽ പാർട്ട് ലേണറിനെയാണ് നിർത്തേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നമ്മൾ സ്വതന്ത്ര പഠിതാക്കളായിട്ട് കാണണം, അല്ല പുതിയ അറിവിനെ അവർ നേടിയെടുക്കണം. സ്വതന്ത്ര പഠിതാക്കളായിക്കൊള്ളട്ടെ എന്നാ പറഞ്ഞത്. എന്ന ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയായിരുന്നു നൈസർഗികമായി തന്നെ ജിജ്ഞാസുക്കളും വികസനോന്മുഖരുമായിട്ടുള്ള കുട്ടികൾ ശരിയായ മാർഗനിർദ്ദേശനം ലഭിച്ചാൽ സ്വയം അന്വേഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കൊള്ളുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ട്. സോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ജിജ്ഞാസ ഉണർത്തിക്കൊണ്ടേയിരിക്കുക, അല്ല ക്യൂരിയോസിറ്റി ആയിട്ട് മെൻറ്റാലിറ്റി വളർത്തിക്കൊണ്ടേയിരിക്കുക. അതൊക്കെ തന്നെ ആസ് എ ടീച്ചേഴ്സ് റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കുട്ടി പുതിയ അന്വേഷണങ്ങൾക്ക് വരുമ്പോഴോ നിങ്ങൾ ഏതും ഒരു ശാസ്ത്രീയമായിട്ടുള്ള യുക്തിപൂർവ്വമായിട്ട് നോക്കി കാണുന്നതിന് പരിശീലിപ്പിക്കേണ്ടത് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ജിജ്ഞാസകളാക്കിക്കൊണ്ടേ ഇരിക്കുക, ഏതോ കാര്യം പഠിച്ചുകൊള്ളട്ടെ. അപ്പോൾ ശരിയായ മാർഗദർശനം അല്ലെങ്കിൽ നമ്മൾ ഗൈഡൻസ് കൊടുക്കുക ലഭിച്ചാൽ അവർ സ്വയം തന്നെ അന്വേഷണ പ്രവർത്തനങ്ങൾ അവരെന്ത് ചെയ്യും, പങ്കെടുക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ട്. ഈ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് സുഷ്മാൻ അദ്ദേഹത്തിൻ്റെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ പരിശീലന മാതൃക എന്നറിയപ്പെടുന്ന ബോധന തന്ത്രം, ഒരു ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജിയാണിത്, എന്ത് ചെയ്തിട്ടുള്ളത്, രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ അന്വേഷണ പരിശീലന മാതൃക എന്ന് പരക്കെ അറിയപ്പെടുന്ന തൻ്റെ ബോധനതന്ത്രത്തിന് താൻ രൂപം നൽകിയത് ഈ ലെവലിലാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മളിവിടെ ലേണറിനെ സെൻട്രൽ പാർട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താ, നമ്മൾ ഈ കുട്ടികളെ ഒരു സ്വതന്ത്ര പഠിതാക്കളായിട്ടാണ് കാണേണ്ടിട്ടുള്ളത്. നമ്മൾ സ്വതന്ത്ര പഠിതാക്കളായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അവരെ നിങ്ങൾ പരമാവധി ആസ് എ ടീച്ചർ എന്നുള്ളതിൽ പരമാവധി ജിജ്ഞാസ ഉണർത്തിക്കൊണ്ടേ എടുക്കുക, അല്ലേ, ക്യൂരിയോസിറ്റി, പിന്നെ സയൻറ്റിഫിക് അപ്രോച്ചോട് കൂടി ആ റീസണിങ് ചിന്താഗതിക്ക് പ്രാധാന്യം കൊടുത്തുക. അങ്ങനെ ആണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസിന് അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഇനി പ്രശ്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ജിജ്ഞാസുക്കളാക്കി മാറ്റുന്നതെന്ന് വെച്ചാൽ, കുട്ടികളെ നമ്മൾ പ്രശ്ന സന്ദർഭങ്ങൾ, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചും അല്ലേ ജിജ്ഞാസ ഉണർത്തിയും സ്വയം ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ പഠിതാക്കളെ പ്രേരിപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്ത തത്വങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയുന്നത്. ഈ സിദ്ധാന്തം നിരവധി തത്വങ്ങളിൽ അധിഷ്ഠിതവുമാണ്. ഏത് സിദ്ധാന്തം? എൻക്വയറി ട്രെയിനിങ് മോഡൽ. ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ചില ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. കാര്യം നമ്മൾ മിക്കവാറുമൊക്കെ തന്നെ പേരുകളൊക്കെ മറന്നു പോകും.
അപ്പോൾ നമ്മൾ ആ പേരുകൾ കൂടി വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബോധന തന്ത്രത്തിന് രൂപം കൊടുത്തു. അദ്ദേഹം പറയുന്നത് പ്രശ്ന സന്ദർഭങ്ങൾ അവതരിപ്പിച്ചും ജിജ്ഞാസ ഉണർത്തിയും കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ജിജ്ഞാസ ഉണർത്തി പ്രശ്ന സന്ദർഭങ്ങൾ കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ജിജ്ഞാസ ഉണ്ടാവും, ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്നുള്ളത്. അപ്പോൾ കണ്ടെത്താൻ പഠിതാക്കളെ പ്രേരിപ്പിക്കുക എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തം എപ്പോഴും തത്വങ്ങളിൽ അധിഷ്ഠിതവുമാണ്. ഏത് സിദ്ധാന്തം? എൻക്വയറി ട്രെയിനിങ് മോഡൽ, മലയാളത്തിൽ അന്വേഷണാത്മക പരിശീലന മാതൃക. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും അന്വേഷണ ബുദ്ധി പ്രദർശിപ്പിക്കും, അല്ലെ? എന്നാണ് ഒന്നാമത്തെ ഘടകം. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ഒന്നാമത്തെ ഘടകം, നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പം നമ്മൾ ജിജ്ഞാസുക്കൾക്കാവും, നമ്മൾ സ്വതന്ത്ര പഠിതാക്കളായി തീരും. രണ്ടാമത്, അവർ അവരുടെ ചിന്തനതന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും അവയെ അപഗ്രഥിക്കുവാനും കഴിയും. എന്നുവെച്ചാൽ തൻ്റെ ചിന്തനതന്ത്രം എന്നുവെച്ചാൽ താൻ ഉപയോഗിക്കുന്ന തൻ്റെ ധാരണ ഉപയോഗിച്ച് താൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ആയിരിക്കും അതിൻ്റെ ആൻസറും, അല്ലെ? ചില ക്വസ്റ്റ്യൻസുകൾ കൊടുക്കുമ്പോൾ അപ്പോൾ അവരുടെ ചിന്തനതന്ത്രങ്ങൾ ഉപയോഗിച്ച് ബോധവാന്മാരാകാനും എന്ന് മാത്രമല്ല അതിനെ അപഗ്രഥിക്കും. മനസ്സിലായെന്ന്? അതിനെ അപഗ്രഥിക്കുന്നതിനും ആര് തയ്യാറാകും? ഈ കുട്ടികൾ തയ്യാറാക്കും. മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രശ്ന സന്ദർഭം അവർക്ക് കൊടുത്തു, അവർ സ്വയം ചിന്തിക്കും. അതവൻ്റെ ഉൾക്കാഴ്ചപ്പോൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവൻ ചിന്തിക്കാൻ അവൻ ബോധപൂർവം ചിന്തിക്കും. ചിന്തിച്ച് കിട്ടുന്നതിനെ അവൻ അപഗ്രഥിക്കുകയും ചെയ്യും. ഈ പുതിയ തന്ത്രങ്ങൾ നേരിട്ട് പഠിക്കാനും കുട്ടികളുടെ നിലവാരത്തിലുള്ള തന്ത്രങ്ങളോട് കൂട്ടിച്ചേർക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ തന്ത്രങ്ങളെ ആര് തന്നെ കുട്ടികൾക്ക് തന്നെ അറിയാം. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് നേരിട്ട് തൻ്റെ പ്രശ്ന സന്ദർഭത്തിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും, തൻ്റെ പ്രശ്ന സന്ദർഭത്തെ മറികടക്കുവാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കും. പുതിയ തന്ത്രങ്ങൾ നേരിട്ട് പഠിക്കുവാനും കുട്ടികളുടെ നിലവാരത്തിനൊത്ത് തന്ത്രങ്ങളെ കൂട്ടിച്ചേർക്കുവാനും നമുക്കിവിടെ സാധിക്കും. ഏതിലൂടെ? ഈ എൻക്വയറി ട്രെയിനിങ് മോഡലിലൂടെ. ഇനി കൂട്ടായുള്ള അന്വേഷണം ചിന്തനത്തെ സമ്പന്നമാക്കുകയും വിജ്ഞാനത്തിൻ്റെ താൽക്കാലികവും വികസനവുമായ സ്വഭാവത്തെ പറ്റി പഠിക്കുവാനും വിവിധ വിശദീകരണങ്ങളെ അംഗീകരിച്ച് ആദരിക്കുവാനും പഠിക്കുന്നതിന് കുട്ടികളെ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും റിച്ചാർഡ് സച്ച്മാൻ പറയിച്ചാൽ നമ്മുടെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടമായൊരു അന്വേഷണമാണ്. കൂട്ടമായൊരു അന്വേഷണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ചേർന്നായിരിക്കും ചില പ്രോബ്ലംസ് വരുമ്പോൾ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുന്നത്. അപ്പോൾ അന്വേഷണ ചിന്തനത്തെ എന്താക്കും? സമ്പന്നമാക്കും. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ നമുക്കറിയില്ല, വിജ്ഞാനം എന്ന് പറയുന്നത് വളരെ താൽക്കാലികമാണ്. കാര്യം പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാലത്തിനൊത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നീങ്ങേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് പുതിയ അറിവുകൾ നമ്മൾ തേടി പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വികസനവുമായ താൽക്കാലികവും വളരെ വികസനവുമായ സ്വഭാവത്തെ പറ്റി പഠിക്കുവാനും വിവിധ വിശദീകരണങ്ങൾക്ക് അംഗീകരിച്ച് ആദരിക്കുവാനും പഠിക്കുന്നത് കുട്ടികളെ എന്ത് ചെയ്യും? സഹായിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെ? അന്വേഷണ പരിശീലന മാതൃകയുടെ. അപ്പോൾ എന്താണ്? അപ്പോൾ പ്രശ്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അന്വേഷിക്കുന്നതിനുള്ള ബുദ്ധി, ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? തങ്ങളുടെ ചിന്തന തന്ത്രങ്ങൾക്കനുസരിച്ച് ഈ കിട്ടുന്ന പ്രോബ്ലത്തിനെ തൻ്റെ ധാരണയിൽ കൊണ്ടെത്തിക്കുന്ന ധാരണകളെ അപഗ്രഥിക്കുകയും ചെയ്യുന്നു. ഈ തന്ത്രങ്ങൾ നേരിട്ട് പഠിക്കുവാനും കുട്ടികളുടെ നിലവാരത്തിനൊത്ത് പഠിപ്പിക്കുവാനും ഈ തന്ത്രങ്ങളെ കൂട്ടി യോജിപ്പിക്കാനും ഒരു ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ കഴിയുന്നു. കൂട്ടായ അന്വേഷണം ചിന്തനത്തെ സമ്പന്നമാക്കുകയും വിജ്ഞാനത്തിൻ്റെ താൽക്കാലികവും വികസനവുമായ സ്വഭാവത്തെപ്പറ്റി പഠിക്കുവാനും വിവിധ വിശദീകരണങ്ങൾ അനുസരിച്ച് ആദരിക്കുവാനും പഠിക്കുന്ന കുട്ടികളെ ഇതെന്ത് ചെയ്യുന്നു? പഠിക്കുന്നതിന് കുട്ടികളെ ഇത് സഹായിക്കുന്നു. മനസ്സിലായിരുന്നല്ലോ. ഓക്കെ. ദെൻ പറയുന്നത് ഇത് ഒരു തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഷുമാൻ വാദിച്ചത് എല്ലാ അറിവും താൽക്കാലികമാണെന്നുള്ള മനോഭാവമാണ്. അപ്പം നമ്മുടെ അറിവെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അത് തികച്ചും താൽക്കാലികമാണ്. മനോഭാവം കുട്ടികൾ വളർത്താൻ കഴിയും. കാര്യം അറിവ് താൽക്കാലികമാണ്, പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്ര ചിന്താഗതി ഉപയോഗിച്ച് നമ്മളതിനെ കണ്ടെത്തുക. അപ്പോൾ അവർ തികച്ചും ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരാക്കി അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു എൻക്വയറി ട്രെയിനിങ് മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ വളർത്തുവാൻ കഴിയും എന്നാണ്. ഇതിനു പുറമെ പ്രശ്ന പ്രതിഭാസങ്ങളെ അന്വേഷിച്ചറിയുവാനും ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ബൗദ്ധിക തന്ത്രങ്ങൾ പഠിതാക്കളിൽ വികസിപ്പിക്കുവാനും കഴിയുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായും ജിജ്ഞാസകൾ ആകുന്നത്, ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് പ്രശ്നസങ്കീർണമായിട്ടുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായ ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ദൂരീകരിക്കുവാൻ കഴിയും. അപ്പം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ജിജ്ഞാസ ഉണരും. ആ കിട്ടുന്ന തന്ത്രങ്ങളെ എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഇറങ്ങിച്ചേരുന്നതിന് കുറച്ച് ടെക്നിക്സുകൾ ആവശ്യമാണ്.
ഈ ടെക്നിക്സുകളെ കൂട്ടിയോജിപ്പിക്കണം നമ്മുടെ ഉള്ള ധാരണയുമായിട്ട്. ഇത് ആസ് എ ടീച്ചറിൻ്റെ ഒരു വലിയ പ്രാധാന്യം വളരെ വലുതാണ്. അങ്ങനെ പ്രതിഭാസങ്ങളെ അന്വേഷിച്ചറിയുവാനും, പ്രതിഭാസങ്ങൾ എന്ന് വെച്ചാൽ പുതിയതായിട്ട് കണ്ടെത്തുന്ന അറിവുകളെ അന്വേഷിച്ചറിയുക എന്നുള്ളത് ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ബൗദ്ധിക തന്ത്രങ്ങൾ, എന്തെങ്കിലും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചില ടെക്നിക്സുകൾ പഠിതാക്കൾ വികസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇതൊരു കോഗ്നിറ്റീവ് തിയറിയാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് തിയറിസ്റ്റുകളായിരുന്നു. ഇങ്ങനെയും ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പോൾ അവിടെ വരുന്ന ആരൊക്കെയാണ്? ജീൻ പിയാഷെ, ജെറമസ് ബ്രൂണർ, ഡേവിഡ് അസ്ബൽ, റിച്ചാർഡ് സച്ച്മാൻ. ഇവരാണ് പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് തിയറിസ്റ്റുകൾ. അപ്പോൾ ഇവരിൽ പ്രാധാന്യമായിരുന്നു നമ്മൾ, അതായത് അവസാനം ലാസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന റിച്ചാർഡ് സച്ച്മാനെ കുറിച്ചിട്ട്. ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് അന്വേഷണ പരിശീലനം. ഇവിടെ നിങ്ങൾ അധികമായിട്ട് ഒന്നും പഠിക്കേണ്ട. കുട്ടികളെ നമ്മൾ സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ട് മാറ്റുന്നു. അറിവിനെ സ്വയം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ധാരണയിൽ അറിവുണ്ടാവണം, അല്ലേ? ഇത് നമ്മൾ എല്ലാ തിയറിയിലും പറയുന്നുണ്ട്. അവരൊരു പ്രീ റിക്വസ്റ്റ്, അവരുടെ വൈജ്ഞാനിക ഘടനയിൽ കുറച്ച് എക്സ്പീരിയൻസുകൾ അവളുണ്ട്. ഇതിലോടുകൂടി അവരന്വേഷിച്ച് പുതിയത് കണ്ടെത്തി ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. ഇത് തന്നെയാണ് വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങളെല്ലാം. ഈ കുട്ടികളെ നമ്മളൊരു അന്വേഷകൻ്റെ സ്ഥാനത്താണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? തികച്ചും അറിവിനെ സംബന്ധിച്ചത്, അതായത് നോളജിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതാണ്? ഒരു താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ആ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നോളജിനെ നമ്മൾ വികസിപ്പിക്കണം. അതെങ്ങനെയാണ് വികസിപ്പിക്കാൻ കഴിയുന്നത്? നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. മനസ്സിലാവും. അവിടെ ആസ് എ ടീച്ചറിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള അന്വേഷണ പ്രക്രിയകളിലേക്ക് കുട്ടികളെ നയിക്കുന്നതിനും അവരുടെ ജിജ്ഞാസ ഉയർത്തുന്നതിനും ഒക്കെ തന്നെ അധ്യാപികമാരുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ എല്ലാം നമ്മൾ ടീച്ചേഴ്സിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ അതുകൂടി നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി മിക്കവാറും ഓൺവേർഡ് ടൈപ്പ് ചോദിക്കാം. പിന്നെ അന്വേഷണ വിദ്യാർത്ഥികളെ കേന്ദ്ര സ്ഥാനത്ത് പതിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, തിയറിയാണ് വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങളെല്ലാം തന്നെ. എന്തുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറിയുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ഒരു പഠിതാവിനെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ട് വളർത്തുന്നതിന്, അവരുടെ വിജ്ഞാന വികസനം ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? അവർ ജിജ്ഞാസ ഉണർത്തും. എങ്ങനെയാണ് ജിജ്ഞാസ ഉണർത്തുന്നത്? അവർക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ. അങ്ങനെ അവർ സ്വയം ജിജ്ഞാസാലുക്കളായി ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു, സ്വതന്ത്ര ചിന്താഗതിക്കാരാകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മൾ റിച്ചാർഡ് സച്ച്മാൻ്റെ അന്വേഷണ പരിശീലന മാതൃകയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മൾ കോഗ്നിറ്റീവ് തിയറീസുകളെല്ലാം വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ തിയറിയെ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ തിയറിയെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാവണം. എന്താണ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഈ ഓരോ ആൾക്കാരായിട്ട്, കാര്യം ജെറമസ് ബ്രൂണറാണ് കണ്ടെത്തൽ പഠനം കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ ഡേവിഡ് അസ്ബൽ ഈ കണ്ടെത്തൽ പഠനത്തെ എടുത്ത് കളഞ്ഞുകൊണ്ടല്ല തൻ്റെ ഭാഷാപരമായ അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനത്തിൽ കൊണ്ടുവന്നു. അതേയും വിശദീകരണ രൂപത്തിൽ പഠിപ്പിക്കാം എന്ന് അദ്ദേഹവും പറഞ്ഞു. എന്നാൽ പിന്നെ അതുപോലെ തന്നെ ജീൻ പിയാഷെ തൻ്റെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയുമായിട്ട് വന്നു. അപ്പോൾ അറിവിനെ തൻ്റെ വൈജ്ഞാനിക വികസന കടലിലേക്ക് സ്വീകരിക്കുന്ന എങ്ങനെയാണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നീ പ്രോസസ്സുകളിലൂടെയാണ്, അല്ല. അറിവിനെ സ്വീകരിക്കുന്ന പ്രക്രിയ അധികം സ്കീമകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ മുൻ അറിവുകളെ, സ്കീമകളെ, പുതിയ ആശയം. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരായിരുന്നു? ഡേവിഡ് അസ്ബൽ ആയിരുന്നു. അടിസ്ഥാന ആശയങ്ങളാണ്, തൻ്റെ ആശയഗ്രഹണത്തിലുള്ള അടിസ്ഥാന ആശയങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? അഡ്വാൻസ് ഓർഗനൈസറുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ കണ്ടെത്തൽ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ജെറമസ് ബ്രൂണർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഈ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഈ പറഞ്ഞ ഭാഗം ഇങ്ങനെ തന്നെ പഠിച്ചു വരണം കേട്ടോ, എങ്കിലും നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് വൈജ്ഞാനിക വികസന സിദ്ധാന്തങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു പുതിയ സിദ്ധാന്തവുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.